ഡോക്യുമെന്ററി നേരത്തെ ആലോചിച്ച് തയ്യാറെടുപ്പുകൾ നടത്തി നിർമ്മിച്ചതെന്ന് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി ഹാണി. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന് മുന്നേറാൻ കഴിഞ്ഞത് പിണറായി വിജയന്റെ കാലത്താണെന്നും ഡോക്യുമെന്ററിയെ ചൊല്ലി ഉയരുന്ന വിമർശനങ്ങൾ മുഖവിലക്കെടുക്കുന്നില്ലെന്നും പി ഹാണി കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ഇത് പകരക്കാരനില്ലാത്ത തികഞ്ഞ നേതാവിന് ജനം നൽകുന്ന നന്ദിയുടെ റെഡ് സല്യൂട്ട്. ലാൽ സലാം സഖാക്കൾ. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ തയ്യാറാക്കിയ പിണറായി ദി ലെജൻഡ് എന്ന ഡോക്യുമെന്ററിയുടെ പ്രകാശനം ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുകയാണ്. എംപ്ലോയീസ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് പി ഹാണി കേരള വിഷൻ ന്യൂസിനൊപ്പം ചേരുകയാണ്. ആദ്യം തന്നെ എന്താണ് ഈ ഡോക്യുമെന്ററിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഡോക്യുമെന്ററിയിൽ സഖാവ് പിണറായിയുടെ ജീവചരിത്രവും അതിനുശേഷം മുഖ്യമന്ത്രിയായ ശേഷമുള്ള വികസന പ്രവർത്തനങ്ങൾ, സർക്കാരിൻ്റെ പ്രവർത്തനവും, ഇത് രണ്ടും കൂടി ഒരുമിപ്പിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററിയാണ് അസോസിയേഷൻ ചെയ്യുന്നത്. മുഖ്യമന്ത്രി അതിൽ അഭിനയിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഭാഗമാകുന്നുണ്ടോ അഭിനയത്തിലൂടെ? അല്ല, ചില സീനുകൾ ഞങ്ങൾ സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പങ്കെടുത്ത റാലികൾ, പഴയ റാലികൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പല തരത്തിൽ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്താണ് ചെയ്യുന്നത്. മുഖ്യമന്ത്രിയെ കുറിച്ചിപ്പോൾ ഒരു സർവീസ് സംഘടന ഡോക്യുമെന്ററിയൊക്കെ തയ്യാറാക്കുന്നത് ഇത് ആദ്യമായിട്ടായിരിക്കും. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു ഡോക്യുമെന്ററി തയ്യാറാക്കുന്ന ഘട്ടത്തിലേക്ക് ഇറങ്ങിയത്? സർക്കാർ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി, മന്ത്രിമാർ, MLA മാർ മാത്രം ചേർന്നല്ല, സെക്രട്ടേറിയറ്റ് ജീവനക്കാരും അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളും സർക്കാരിൻ്റെ ഭാഗമാണ്. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന് ഏറ്റവും കൂടുതൽ മുന്നേറാൻ കഴിഞ്ഞതും സഖാവ് പിണറായിയുടെ 9 വർഷക്കാലത്തെ ഭരണ ചരിത്രത്തിനിടയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങനെ ഒരു ഡോക്യുമെൻ്ററി നേരത്തെ ആലോചിച്ചതാണ്, ഒരുപാട് തയ്യാറെടുപ്പ് നടത്തിയതാണ്. അങ്ങനെയാണ് ഈ ഡോക്യുമെൻ്ററി ഇന്നിവിടെ പൂർത്തിയാകുന്നത്. ഇതിനോടൊപ്പം വലിയ വിമർശനങ്ങളും ഡോക്യുമെൻ്ററിക്കെതിരെ ഉയരുന്നുണ്ട്, കേട്ടിട്ടുണ്ടാവും. വിമർശനങ്ങൾ എല്ലാ കാര്യത്തിനും ഉണ്ടാവും, അതൊന്നും മുഖവിലക്കെടുക്കുന്നില്ല. ഇത് യാഥാർത്ഥ്യങ്ങളാണ്, പാട്ടോ മറ്റോ ഒന്നുമല്ല. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ അറിയാം, സഖാവ് പിണറായി ചെയ്ത കാര്യങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ മറ്റ് കള്ളത്തരങ്ങളൊന്നും തന്നെ ഇല്ല. ഈ ഡോക്യുമെന്ററി എത്ര മിനിറ്റാണ്, എത്ര ദിവസം കൊണ്ടാണ് തയ്യാറാക്കിയത്? ഏതാണ്ട് 2 മാസക്കാലം കൊണ്ടാണ് തയ്യാറാക്കിയത്. 30 മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെൻ്ററിയാണ്. ഒരുപാട് തയ്യാറെടുപ്പുകളോട് കൂടിയാണ് ഈ ഡോക്യുമെന്ററി തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇന്ന് 12 മണിക്കാണ് പിണറായി ദ ലെജൻഡ് എന്ന ഡോക്യുമെന്ററിയുടെ പ്രകാശന കർമ്മം നടക്കുന്നത്. കമൽ ഹാസനാണ് ഡോക്യുമെന്ററി പ്രകാശനം ചെയ്യുന്നത്. ക്യാമറമാൻ ബിലിൻ നെടുമങ്ങാടിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്.